പിഷാരടി നാമനിർദ്ദേശ പത്രിക രമേശ് പിഷാരടി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു നടന്നത്. ഷാഫി പറമ്പിലിന്റെ റിസൾട്ട് നമ്മൾ അവസാന നിമിഷം വരെ നോക്കിക്കണ്ടതാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം ഈ ശ്രീധരൻ മെട്രോമാനുമായി ഉണ്ടാകുന്നു. ഇത്തവണ ശോഭ സുരേന്ദ്രനാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി. ശോഭ പാലക്കാട് എത്തിയതോടുകൂടിയാണ് ബിജെപിക്ക് അവിടെ ശോഭ കൂടിയത്. അതിശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു ശോഭ സുരേന്ദ്രൻ നടത്തിയത്. CPM കഴിഞ്ഞ കുറച്ചധികം 2006 ശേഷം CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ള അവസ്ഥ മാത്രമാണ്. ഇത്തവണ അവസാനമാണ് ഒരു സ്വതന്ത്രനെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ LDF സ്വതന്ത്രനെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് NMR ബിരിയാണി വളരെ പ്രശസ്തമാണ്. NMR റസാഖാണ് ഇത്തവണ അവിടെ നിന്നും മത്സരിക്കുന്നത്. നമുക്ക് വിവിധ ബോക്സുകളിലായി ദൃശ്യങ്ങൾ കാണാം. ആദ്യം കാണുന്നത് ആലപ്പുഴ അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ദൃശ്യമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ജനകീയ സ്വതന്ത്രൻ. തൊട്ടിപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി നീങ്ങുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. നേമമണ്ഡലം ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു. വി ശിവൻകുട്ടി LDF-ൽ നിന്നും ശബരിനാഥൻ UDF-ൽ നിന്നും മത്സരിക്കുന്ന നേമത്തേക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഇരുചക്ര വാഹനത്തിലാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പതിയെ ആ വാഹനം നീങ്ങുന്നു. തൊട്ടുതാഴെ നമുക്ക് റഹീം ആലിംഗനം ചെയ്യുന്നത് കരമന സുധീറിനെയാണ്. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അല്പം മുൻപാണ് LDF-ന് തിരുവനന്തപുരത്ത് അവരുടെ പൊതു സ്വതന്ത്രനെ പ്രഖ്യാപിക്കാൻ സാധിച്ചിരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ ഇപ്പോൾ G സുധാകരന് ഒപ്പമുണ്ട്. ശ്യാം, ജനകീയ സ്വതന്ത്രനായിട്ടാണ് ഇത്തവണത്തെ മത്സരം. അദ്ദേഹത്തിനൊപ്പം ആരൊക്കെയാണുള്ളത്? പത്രിക സമർപ്പിക്കാൻ അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടോ? എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ ഈ വെള്ളക്കിണറ് അടുത്തുള്ള ഈ നഗരസഭ ഓഫീസ് പരിസരത്താണ് ഇപ്പോൾ G സുധാകരൻ എത്തിയിരിക്കുന്നത്. G സുധാകരനൊപ്പം പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരുമുണ്ട്. G സുധാകരൻ അല്പം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. വളരെ വലിയ മുദ്രാവാക്യത്തോടും ആവേശത്തോടും കൂടിയാണ് G സുധാകരനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ആനയിച്ച് ഇരുത്തിയിരിക്കുന്നത്. മുല്ലപ്പൂ മാലയണിയിച്ചു. അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ ചിത്രം പതിച്ച തൊപ്പി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊപ്പിയും അദ്ദേഹത്തിന് നൽകി. അതും അദ്ദേഹം ധരിക്കുകയുണ്ടായി. അതിന് പിന്നാലെ പലരും പല ഷാളുകളും മറ്റുമൊക്കെ കൈമാറി. എന്തായാലും അതെല്ലാം ഏറ്റുവാങ്ങി ഇപ്പോൾ G സുധാകരൻ ഇരിക്കുകയാണ്. അങ്ങനെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരന് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് കളക്ട്രേറ്റ് വളപ്പിലേക്കാണ് ഇവിടെ നിന്നങ്ങ് നീങ്ങുക. വളരെ ചെറിയ ഒരു കൂട്ടം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പിന്നീട് റോഡ് ഷോ ഉൾപ്പെടെയൊക്കെ ആലോചിക്കും. നിലവിലിപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ രീതിയിൽ അധികം ആരെയും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ നാമനിർദ്ദേശ പത്രിക നൽകുവാൻ വേണ്ടി തനിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് പേർ വരുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നേരത്തെ അദ്ദേഹം ഇവിടെ നിന്ന് വലിയ ചുടുകാട്ടിലേക്കൊക്കെ പോകുമെന്നൊക്കെ അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചത് ഈ വലിയ ചുടുകാട് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണ്, അങ്ങോട്ടേക്ക് എന്തിന് ഞാൻ പോകണം എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിലിപ്പോൾ അദ്ദേഹം ഉള്ളത് ഈ ആലപ്പുഴ നഗരസഭ പരിസരത്താണ്. ഇവിടെ നിന്നാണ് കളക്ട്രേറ്റിലേക്ക് പോവുക. അവിടെ വെച്ചാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്തായാലും കളക്ട്രേറ്റിലേക്ക് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. പുറത്ത് പ്രതിനിധികൾ അടക്കം, അതായത് നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളെല്ലാവരും മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ആനയിക്കും.